സ്ഥലമാണ് നമ്മൾ പോലീസ് സ്റ്റേഷനായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ എപ്പിസോഡുകളിൽ നമ്മൾ കാണിച്ചു, എന്താ പറയുക, ഇതെങ്ങനെയായിരുന്നു, കിടന്നിരുന്ന ഈ സ്ഥലം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണിച്ചിരുന്നു. ഇത് മൊത്തവും പ്രോപ്പർട്ടികളും എല്ലാം കൊണ്ടും നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇത് ഐവറി കളറും ഒരു ബ്രിക്ക് റെഡ് കളറുമാണ് നമ്മളിപ്പം അടിച്ചിരിക്കുന്നത്. ഇത് പെയിന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ബോർഡ് നമുക്ക് ആദ്യം മാസ്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത കൂട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നാലും നമുക്ക് ടേബിൾ വേണം. അപ്പോൾ നമുക്കൊരു ടേബിൾ, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ടേബിളുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോ കിട്ടിയത് ഇതാണ്. ഇത് വെച്ച് നമ്മൾ എങ്ങനെ റിച്ച്നെസ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. അതാണല്ലോ അതിന്റെ ഒരു ത്രില്ലെന്ന് പറയുന്നത്. ഇത് നമ്മള് മേടിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്നും ബ്രോഡ്വേയിൽ രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് ഉണ്ട്, അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ക്ലോത്താണ്. ഇത് ഉള്ളൻ ക്ലോത്ത് എന്ന് പറയും. ഇത് മീറ്ററിന് 190 രൂപയൊക്കെയാണ് ഇതിന്റെ വരുന്നത്. ഇതൊരു 2 മീറ്ററൊക്കെ ഉണ്ട് ഒരു ടേബിള് നമുക്കിടാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്, നിങ്ങളെ ഈ സെറ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി. എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യുന്നത്, അതിനെന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് ഉള്ളൻ ക്ലോത്ത് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടേബിൾ ക്ലോത്ത്. അതിപ്പോൾ സാധാരണ ഓഫീസ് ടേബിളിലൊക്കെ ഇടുന്നൊരു ക്ലോത്താണ്. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ വൃത്തിയടങ്ങ് മാറി കിട്ടും. ഇത് നമ്മുടെ ടർക്കിയാണ്. അപ്പോൾ ഈ ടർക്കി നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞു നമ്മളൊരു ലുക്കായി. ഈ ക്ലോത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വിൻഡോ, ഡോറ്, ഇങ്ങനെ 2 പോർഷനുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഗാന്ധിജി ഫോട്ടോ, അപ്പോൾ അതുണ്ടെങ്കിൽ ഒരുവിധം ഫില്ലാണ്. സാധാരണ ബോക്സ് ഫയലാണ്. ഇതിപ്പോ പിന്നെ ഈ കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്തിരിക്കുകയാണ്, സ്റ്റിക്കർ അടിച്ചിരിക്കുകയാണ്. കാരണം ഇതൊരു വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതല്ലെങ്കിലും ഇതിപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് സിനിമയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ആ ഡയറക്ടേഴ്സൊക്കെ ഇങ്ങനെ ഒരു വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് കേരള പോലീസ്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ആംബിയൻസ് വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തന്നെ. നമുക്കൊരു സർക്കാർ കലണ്ടർ മസ്റ്റാണ്. കാരണം സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ സർക്കാർ കലണ്ടറുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് സർക്കാർ കലണ്ടർ നമ്മളിത് കുറച്ചുകൂടെ ഒരു ലൈവ് ഫീൽ ചെയ്യും, നാച്ചുറൽ. അപ്പോൾ ഇത് നമ്മൾ കേരള സർക്കാരിൻ്റെ ഫയലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നെ ഗവൺമെൻറ് പ്രസ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലാതെ ഈ സർക്കാർ ഫയൽ കിട്ടും. പിന്നെ നമുക്ക് കേരള സർക്കാരിൻ്റെ വേണമെങ്കിൽ സ്റ്റിക്കർ അടിക്കാം. അപ്പോൾ ഇതാണ് കേരള സർക്കാരിൻ്റെ ഫയൽ. ഇത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി തോന്നും. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊക്കെ
നിൽക്കത്തില്ല, ഇങ്ങനെ കുത്തി ഇതൊക്കെ നമ്മൾ ഫൈബറിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഫൈബർ മെറ്റീരിയലാണ്, ഇത് തടിയല്ല, ഇത് ഫൈബർ മെറ്റീരിയലാണ്. പിന്നെ ഈ പ്രോപ്സുകളെല്ലാം വാങ്ങാൻ പോയതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്തിരുന്നു. കുറേ പ്രോപ്സുകൾ ഇങ്ങനെയുള്ള സർക്കാർ ഫയല് കുറച്ചൊക്കെ നമ്മൾ റെന്റിനൊക്കെ എടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, എല്ലാ രീതിയിലും നമ്മൾ പ്രോപ്പർട്ടി ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഇരുമ്പലമാരയിലൊക്കെ നമ്മളിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത്. ഈ പേപ്പറുകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇരുമ്പലമാരികളിലൊക്കെ ഇങ്ങനെ പേപ്പറുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഇത് റാക്കാണ്, വുഡിൻ്റെ റാക്കാണ്. ഈ വുഡിൻ്റെ റാക്കിനകത്താണ് ഈ കൂടുതലും പോലീസ് സ്റ്റേഷനുകളിൽ ഇരിക്കുന്ന റാക്ക് ഇതേപോലെ ഇരിക്കും. വുഡിൻ്റെ റാക്കുകൾ, ഇരുമ്പിൻ്റെ റാക്കുകൾ, ഇതൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പം ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോറിഡോർ പോലെ അല്ലെങ്കിൽ വേറൊരു റൂം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഔട്ട്ഡോർ ആയിരുന്നു. ഈ ഔട്ട്ഡോർ ആയ സ്ഥലമായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ വെച്ച് മറച്ച് നമ്മളൊരു ബോർഡൊക്കെ വെച്ചിട്ട്, അപ്പോൾ ആ വൈഡ് ഇതിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ വരുന്ന സമയത്തേക്ക് അതൊരു റൂമിൻ്റെ ആംബിയൻസ് ഉണ്ടാവും. വിലങ്ങുകളൊക്കെ കിട്ടുന്നത് തേവര ഒരു ഷോപ്പുണ്ട്. തേവരയിൽ പിന്നെ 2-3 ഷോപ്പുകളുണ്ട്. യൂണിഫോം ഒക്കെ കിട്ടുന്നത് അവിടെയാണ്. പോലീസിൻ്റെ യൂണിഫോമൊക്കെ അവിടെ കിട്ടും, വാങ്ങാൻ കിട്ടും. പിന്നെ റെൻറ്റിന് കിട്ടുന്ന യൂണിഫോമൊക്കെ റെൻറ്റിന് കിട്ടുന്ന സ്ഥലങ്ങൾ 2-3 സ്ഥലങ്ങൾ എറണാകുളത്തുണ്ട്. അത് SB സതീഷ് കോസ്റ്റ്യൂമർ, പുള്ളിയുടെ ഉണ്ട്. അതേപോലെ തന്നെ ഷിബു, അങ്ങനെ പിന്നെ അസീസ് പാലക്കാട്, അങ്ങനെ 2-3 കോസ്റ്റ്യൂമേഴ്സിൻ്റെ കോസ്റ്റ്യൂംസ് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പോലീസിൻ്റെ യൂണിഫോമൊക്കെ വാടകയ്ക്ക് കിട്ടും. ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന ആർട്ടിൻ്റെ മാത്രം പ്രോപ്സുകൾ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത് വിലങ്ങാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞു, ഇത് സർക്കാർ കലണ്ടർ. പിന്നെ അതേപോലെ തന്നെ ഇത് ഗാന്ധിജി, അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ്, നെഹ്റു. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒക്കെ വെക്കണമെന്നൊന്നുമില്ല. അതിപ്പോൾ അംബേദ്കർ ആയാലും, അംബേദ്കറാണ് ആക്ച്വലി വരേണ്ടത്. നമ്മൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വെച്ചതേ ഉള്ളൂ. അത് പക്ഷേ വിഷ്വൽ ബ്യൂട്ടി മനോഹരമായിരിക്കും, അതാണ് അതിൻ്റെ ഒരു ആംബിയൻസ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ മുമ്പേ പറഞ്ഞു, പോലീസിൻ്റെ അർജൻറ്റായിട്ടുള്ള കിട്ടുന്ന മൊബൈൽ, ഒഫീഷ്യലായിട്ടുള്ള മൊബൈൽ നമ്പറുകളാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനുകളിലും കമ്മീഷണർ ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ചെന്നാൽ കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഈ പിന്നെ ഒരു ലാൻഡ് ഫോൺ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. പിന്നെ അതുപോലെ നെയിം ബോർഡ് ഉണ്ടാകും. പിന്നെ ഒരു പേപ്പർ വെയ്റ്റ് ഉണ്ടാകും. പിന്നെ പെൻ കപ്പ് ഉണ്ടാകും. പിന്നെ സർക്കാർ ഫയൽ. ഈ സർക്കാർ ഫയൽ എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് സ്റ്റാളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് പിന്നെ ഗവൺമെൻറ് പ്രസ്സുകളിൽ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് കേരള സർക്കാർ തന്നെ ഇത് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് പ്രസ്സുകളിൽ ഇത് വാങ്ങാൻ കിട്ടും. ഇതൊരു 15 രൂപ 20 രൂപയൊക്കെ ഉള്ളൂ ഒരു ഫയലിൻ്റെ, 15 രൂപ എന്തോ ഉള്ളൂ ഒരു ഫയലിൻ്റെ വില. അപ്പോൾ ഇതാണ് പിന്നെ സർക്കാർ ഫയൽ. പിന്നെ ഈ ബോക്സ് ഫയൽ എന്ന് പറയുന്നത് ഇതാണ് ബോക്സ് ഫയൽ. ഇത് 40 രൂപ റേറ്റ് വരുന്നതാണ്. ബോക്സ് ഫയൽ 40 രൂപ 50 രൂപ റേറ്റ് വരുന്നതാണ് ഈ ബോക്സ് ഫയൽ. ഈ ബോക്സ് ഫയൽ ഈ കേരള പോലീസ് എന്നുള്ളത് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിങ്ങനെ കേരള പോലീസ് എന്ന് പ്രിൻ്റ് ചെയ്തെടുത്തത് ഒരു വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ഈ പോലീസിൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ സിനിമയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ സീരിയലുകളിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. 4ാമത്തെ എപ്പിസോഡിൽ, കൃത്യമായി 4ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥ കാണിക്കുന്നത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ കാണിക്കുന്നില്ല, ഇൻറ്റീരിയർ ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത് ഇവിടുന്ന് പ്രോപ്സുകളൊക്കെ എന്താ പറയുക, തൊട്ടടുത്തു നിന്നൊക്കെയാണ് നമ്മൾ പ്രോപ്സുകളൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പോലീസ് സ്റ്റേഷൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്തേക്ക് ചിലപ്പം സീരിയലുകളാണ് കൂടുതലും. സീരിയലുകളിലൊക്കെ പെട്ടെന്ന് നമുക്ക് സീൻസ് വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് ഒരു പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്ലോത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ
തൊട്ടടുത്തുനിന്ന് ടേബിളും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിലിരിക്കുന്ന അലമാരകളൊക്കെ ആയാലും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അതും നമുക്ക് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനൽ ഗുണം ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഇതിൻ്റെ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ നടക്കുന്ന വർക്ക്ഷോപ്പുകൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുവാൻ വേണ്ടി ഇതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി പുതിയ സിനിമയ്ക്കുള്ളിലെ രഹസ്യങ്ങളുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച കാണും വരെ ബൈ.